ഭൗതികപരമായി നല്ലൊരു നിലവാരത്തിലെത്തുക. എന്റെ മകൻ അല്ലെങ്കിൽ മകൾ പഠിച്ച് 10, 20, 25 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന വിദ്യ അഭ്യസിച്ചതിന് ശേഷം അവൻ നല്ലൊരു ഉദ്യോഗത്തിൽ എത്തിച്ചേർന്ന് ഒരു നല്ല നിലക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും കൂടെയുള്ള നല്ല നിലവാരത്തിലുള്ളൊരു ജീവിതമാണ്. അതിനുവേണ്ടി നീണ്ട കാത്തിരിപ്പാണ്. എത്രയാണ് ആ കാത്തിരിക്കുന്നത്? എത്ര വർഷം കഴിഞ്ഞാണ് LKGയിൽ കൊണ്ടുപോയി വിടുമ്പോൾ ഒരു ഉമ്മയും ഉപ്പയും ആഗ്രഹിക്കുന്നത് ഒരു 10-25 വർഷം കഴിഞ്ഞ കുഞ്ഞ് ഒരു ഉദ്യോഗത്തിലേക്ക് കയറുന്ന സ്വപ്നമാണ്. 25 വർഷത്തെ എന്ന് പറഞ്ഞാൽ ഒരു 1/4 നൂറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന സ്വപ്നമാണ് ഓരോ മാതാവിനും പിതാവിനും തന്റെ മക്കളെ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർ എന്തും ത്യജിക്കാനും സഹിക്കാനും തയ്യാറാണ്. എത്ര വലിയ ത്യാഗങ്ങളാണ്! എന്തു വന്നാലും പ്രശ്നമില്ല, പട്ടിണി കടന്നാലും പ്രയാസമില്ല, എന്തെല്ലാം പ്രയാസങ്ങൾ. നമ്മുടെ പ്രയാസങ്ങളൊന്നും മക്കളെ അറിയിക്കണ്ടെന്ന് പറയും. മക്കളെ അറിയിക്കണ്ട, അവർക്ക് ചോദിച്ചതെല്ലാം എടുത്തു കൊടുക്കുന്ന, അവരെ എന്ത് ത്യാഗങ്ങൾ സഹിച്ചും വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കുവാൻ വേണ്ടുന്ന പെടാപ്പാടുകൾ പെടുന്ന മാതാപിതാക്കളെയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. സുഹൃത്തുക്കളെ, ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ച് നമ്മൾ കൊതിച്ച ആ മക്കൾ നാളെ 5 അക്ക ശമ്പളക്കാരായിക്കൊണ്ട് മാറിയാൽ എല്ലാമായി. നല്ല ഉദ്യോഗത്തിൽ തന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ മക്കൾ എത്തി എന്ന് കരുതുക. എന്നാൽ എല്ലാം കിട്ടിയോ? കിട്ടിയിട്ടില്ല. എല്ലാം ആകില്ല എന്നത് പകൽ വെളിച്ചം പോലെ സത്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കുഞ്ഞ് അവൻ വളർന്ന് വലുതായി നല്ലൊരു ഉദ്യോഗത്തിൽ കയറിയത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി കൊണ്ടറിയാം. ഓരോ ദിനം പ്രതിയും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വാർത്തകളിൽ നാം കാണുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. കാരണം വിദ്യാസമ്പന്നരായ പല ആളുകളും ചെയ്തു കൂട്ടുന്ന ഓരോ തെറ്റുകൾ അല്ലേ, വിദ്യയില്ലാത്തതിന്റെ പേരിലല്ല, വിദ്യാഭ്യാസമില്ലാത്തതിന്റെ പേരിലല്ല, പക്ഷേ അവരിൽ നിന്ന് സാധാരണക്കാരൻ പോലും ചെയ്യാൻ മടിക്കുന്ന പലതും നല്ല എഡ്യൂക്കേറ്റഡ് ആയ ആളുകളിൽ നിന്നും പോലും വരുമ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ എത്തിച്ചേരുന്ന ഒരു പോയിന്റ് എന്നുള്ളത്, നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പ്രയാസപ്പെട്ട് പലതും ത്യജിച്ചും സഹിച്ചും നമ്മുടെ മക്കളെ കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നിടത്ത് മാത്രം അവസാനിക്കുന്നതല്ല നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ചെറിയ മട്ടത്തിലെന്നല്ല, ഞാൻ ആ വാചകത്തെ ഒന്നും കൂടെ അടിവരയിടാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഭൗതിക വിദ്യാഭ്യാസം ഉന്നത നിലവാരത്തിൽ കൊടുക്കുമ്പോൾ തന്നെ വിശ്വാസിയായ ഉമ്മയും വാപ്പയും വലിയ അളവിൽ നമ്മുടെ മക്കൾ മതപരമായ വിദ്യാഭ്യാസം കൂടെ നേടിയെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഏതാണ് ആ മതപരമായ വിദ്യാഭ്യാസം? എന്തിനാണത്? ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുന്ന, ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്ന, ജീവിതത്തിന് ഒരു ലക്ഷ്യം വരച്ചു കാട്ടുന്ന, സ്വന്തത്തിനും കുടുംബത്തിനും നാട്ടുകാർക്കും അള്ളാന്റെ ദീനിനും നല്ല നിലക്ക് ഉപകാരമുള്ള മക്കളെ വാർത്തെടുക്കുന്ന ആ വിദ്യാഭ്യാസം കൂടെ എന്റെ മകൻ എന്റെ മകൾ നുകരുന്നുണ്ട്. എന്റെ മകൾക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മതബോധം കൂടെ കൊടുക്കുന്നിടത്തും ഞാൻ ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയും ഞാൻ സമ്പത്ത് ചെലവഴിക്കുന്നുണ്ട്. അതിനും വേണ്ടിയും ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. അതിനും വേണ്ടി ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ടുണ്ടെന്ന് പറയാൻ പ്രിയമുള്ള മാതാപിതാക്കളെ നമുക്ക് കഴിയണം. അല്ലാഹ് പറഞ്ഞു, ഭൗതികപരമായി കൊണ്ട് നിങ്ങൾക്ക് അല്ലാഹ് കണക്കാക്കി ഓഹരികൾ മറക്കേണ്ടതില്ല. ഭൗതികപരമായ നിലവാരത്തിൽ വിശ്വാസി തന്നെയാണ് ഉന്നതമായ നിലവാരത്തിൽ ജീവിക്കേണ്ടത്. ഭൗതികപരമായ ഇടങ്ങളിൽ ഒരു വിശ്വാസിയാണ് ഉന്നതമായ തസ്കിതയിലെത്തേണ്ടത്. പക്ഷെ അത് പറയുന്നതിന് തൊട്ട് മുൻപ് അല്ലാഹ് പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വബ്തഗി ഫീമാ ആതാകല്ലാഹ് ദാറൽ ആഖിറ, പരലോകത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്തിച്ചത്. പരലോകം മറന്നിട്ടുള്ളൊരു ദുനിയാവ് അത് വേണ്ടതില്ല. ആ ശൈലി അത് ശരിയല്ല എന്നാണ് റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരല്പം ശ്രദ്ധ നമുക്ക് വേണം. മറ്റേത് മാതാപിതാക്കൾക്കും ഇല്ലാത്ത ഒരു
അഡ്വാൻസ്ഡ് ആയ ഒരു തിങ്കിങ് നമുക്ക് വേണം. കുറച്ചും കൂടി മുൻകൂട്ടി അറിയാൻ ഒരു വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട്. മറ്റു ആളുകൾ ഒരു സ്ഥാപനം തെരഞ്ഞെടുക്കുന്ന പോലെയല്ല ഒരു മതബോധമുള്ള ഒരു ഉമ്മയും വാപ്പയും മക്കളെ എവിടെ പറഞ്ഞയക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഒരുപാട് കാര്യം ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നറിയോ? ഒരു സ്ഥാപനം തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ഥാപനം തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അവിടെ ഭയങ്കര വിദ്യാഭ്യാസ, അവിടെ പോയൊരൊന്നും എഞ്ചിനീയർ ആകാതെ വന്നിട്ടില്ല, നല്ല ശമ്പളക്കാരനാകാതെ വന്നിട്ടില്ല നമ്മൾ പറയാ. പക്ഷെ എന്റെ കുട്ടി അവിടെ പോയി പഠിച്ചിറങ്ങുമ്പോൾ എന്റെ കുഞ്ഞിനെ മതപരമായ മതചിട്ട പാലിക്കുവാൻ ഉതകുന്ന രൂപത്തിലൊരു സാഹചര്യം, അന്തരീക്ഷം അവിടെയുണ്ടോ എന്ന് എത്ര ആളുകൾ ചിന്തിക്കാറുണ്ട്. നിസ്കാരം ബാധ്യതയുള്ള നമ്മുടെ മക്കൾ, അവര് പഠിക്കുന്ന ഇടത്ത് നിസ്കരിക്കുവാൻ, ജുമഅക്ക് പങ്കെടുക്കാൻ എന്റെ കുഞ്ഞിന് പറ്റുമോ? മതചിട്ടകൾ പാലിക്കാൻ ശിരോവസ്ത്രം എന്നുള്ളത് നിർബന്ധമാക്കപ്പെട്ട സാഹചര്യത്തിലുള്ള കുട്ടികളുണ്ട്. പക്ഷെ ചില സ്ഥാപനങ്ങളിൽ അത് അനുവദിക്കാത്തതുണ്ട്. എന്റെ കുട്ടി ശിരോവസ്ത്രമാകുന്ന നിർബന്ധമായ കാര്യത്തെ അവഗണിച്ചാലും പ്രശ്നമില്ല, കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകട്ടെ എന്നൊരു രക്ഷിതാവ് തീരുമാനിച്ചാൽ അവിടെ പ്രശ്നമുണ്ട്. മതത്തെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സ്ഥാപനത്തെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. നമുക്ക് തന്നെ അറിയാം, ആ കലാലയത്തിലേക്ക് നമ്മളെ മക്കളെ പറഞ്ഞയച്ചാൽ അവിടെയുള്ള ഒരു വിദ്യാഭ്യാസത്തിന്റെ ആ അധികൃതർ പലപ്പോഴും മതനിരാസത്തിന്റെ ആളുകളാണ്, മതത്തെ പുച്ഛത്തോടുകൂടെ കാണുന്ന ആളുകളാണ്, ഇസ്ലാമിന്റെ ബദ്ധവൈരികളാണ്, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ പുച്ഛിച്ച ആളുകളാണ്. അവരുടെ മുമ്പിലാണ് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 മണി വരെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന അവരുടെ മുമ്പിലേക്ക് നമ്മൾ വിദ്യാഭ്യസിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നതെങ്കിൽ നമ്മുടെ മക്കൾ എന്ത് പഠിക്കും? നമ്മുടെ മക്കൾ എന്ത് തീരുമാനിക്കും? അവിടെ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തെരഞ്ഞെടുക്കുമ്പോഴാണ് ഒരു വിശ്വാസിയായ ഉമ്മയും വാപ്പയും രക്ഷിതാവും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യത്തെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഒരു വിദ്യ നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാം? വിശ്വാസികളായ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മക്കൾക്ക് നല്ല കാഴ്ചപ്പാടുകൾ കൊടുക്കാൻ നമുക്ക് കഴിയണം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മക്കളെ നല്ല നിലക്ക് ഉപദേശിക്കേണ്ടത്, ഉപദേശിച്ച് പരിക്കുകൾ വീഴ്ത്തണമെന്നല്ല പറയാം, ഉപദേശിക്കേണ്ട രൂപത്തിൽ, അവരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്ന രൂപത്തിൽ, അവരുടെ നന്മക്ക് വേണ്ടിയാണ് എന്റെ ഉപ്പയും ഉമ്മയും എന്നോടിത് പറയുന്നെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് മക്കളോട് 2 വാക്ക് നമ്മൾ പറയാൻ പാടില്ല. ആ നിലയ്ക്ക് നമ്മൾ ഉപദേശിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട എന്താണ്? വിദ്യാലയത്തിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കണം, നല്ല കൂട്ടുകാരനെ സെലക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. നമ്മളെ കുട്ടികൾക്ക് കിട്ടുന്ന കൂട്ടുകാർ പിഴച്ചാൽ കഴിഞ്ഞു സുഹൃത്തെ നമ്മുടെ കഥ. അതുകൊണ്ട് നമ്മുടെ മക്കളോട് ആ നിലയ്ക്ക് പറയാൻ നമുക്ക് കഴിയണം. പിന്നെ നമ്മൾക്ക് മക്കളോട് നമ്മൾ പലപ്പോഴും ഉപദേശിക്കുക, പഠിച്ചുന്നതിയിലെത്തണം എന്നാണ്, ഭയങ്കര A+ കിട്ടണം എന്നാണ്. അവൻ A+ കിട്ടുമ്പോൾ അവനിക്ക് നല്ല മെന്റൽ പവർ പടച്ചം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊന്നും കഴിവില്ലാത്തപ്പുറത്തൊരു കുട്ടിനെ കാണുമ്പോൾ അവനെ കൂടെ മോനെ ഇതൊന്ന് ചേർത്ത് പിടിക്കണട്ടോ എന്ന് പറയാൻ നമുക്ക് കഴിയും. സ്വാർത്ഥന്മാരായിക്കൊണ്ട് നമ്മുടെ മക്കൾ വളരും. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ അവനെ പഠിപ്പിക്കണം നമ്മൾ. മൂന്നാമത്തെ കാര്യം, സ്കൂളുകളിലെ ആഭാസങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കാൻ നമുക്ക് കഴിയണം. മോനെ, സ്കൂളാണ്, പല ടൈപ്പ് ആളുകൾ വരുന്ന ഇടമാണ്. എന്റെ കുട്ടി അള്ളാനെ പേടുള്ള കുട്ടിയാകണം. നമുക്കൊരു കൾച്ചറുണ്ട്, നമ്മൾ മറ്റുള്ളവരെ പോലെയല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്റെ കുട്ടി ഇങ്ങനൊക്കെ ചെയ്യണമെന്ന കൃത്യമായ ഡാറ്റ നമുക്ക് കൊടുക്കാൻ കഴിയണം. ചതിക്കുഴികളെ കുറിച്ച് ബോധവൽക്കരിക്കാൻ നമുക്ക് കഴിയണം. നിന്റെ പ്രായത്തിൽ ഏത് കുഞ്ഞിനും ഏതൊരാൾക്കും തോന്നുന്ന ഒന്നാണ് മറ്റൊരു എതിർലിംഗത്തോടൊരു ആകർഷണീയത. അവിടെ നീ പെട്ടുപോകരുത്. പ്രണയത്തെക്കുറിച്ച് ഒരു ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, വാപ്പാക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, ലഹരിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. ഇതൊക്കെ ഏതെങ്കിലും സ്കൂളിൽ കൊണ്ടുപോയി ആക്കുന്നിടത്ത് അവർ മാസമാസം ചോദിക്കുന്ന എമൗണ്ട് ഗൂഗിൾ പേയിൽ അയച്ചു കൊടുക്കുന്നിടത്ത് തീരുന്ന കടമയല്ല നമുക്കുള്ളത്. അതിനൊരു വാപ്പാന്റെ ഉമ്മാന്റെ ആവശ്യമില്ല കൂട്ടരെ. അതിനേക്കാൾ മനോഹരമായി കുട്ടികളെ ഒരുക്കിവിടാനും മറ്റതിനെല്ലാം കുറച്ച് ക്യാഷുകൾ അധികം കൊടുക്കോ, നിങ്ങൾ എടുക്കണേക്കാളും എക്സ്ട്രാ നീറ്റ് ആൻഡ് ക്വയറ്റ്ലി അവർ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ആളുകളുണ്ട്.
അതുകൊണ്ട് നമ്മുടെ ധർമ്മം കേവലം ഫീസ് അടക്കുന്നിടത്ത് മാത്രമല്ല, കുട്ടികളെ ഒരുക്കി വിടുന്നിടത്ത് മാത്രമല്ല, കുട്ടികൾക്കിടയിലേക്ക് മനസ്സിലേക്ക് ഇറങ്ങി അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അവരാരാകണമെന്ന് നമ്മൾ മുൻപേ തീരുമാനിച്ചിടത്തേക്ക് പടിപടിയായി എന്റെ കുഞ്ഞു വളരുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അവൾ ഇംഗ്ലീഷ് അക്ഷരമാല പഠിച്ചു, അവർ ഇത്രക്ക് ഏരിയകൾ അവർ പൂർത്തിയാക്കി, ഓരോ മൈൽ സ്റ്റോണുകൾ പിന്നിടുമ്പോഴും അവർ പ്രോത്സാഹിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഭൗതിക മതപരമായ നിലവാരം എന്റെ കുട്ടി പിന്നിടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണമെന്ന്. മൂന്നാമത്തെ കാര്യം അതും തന്നെയാണ്, മതബോധം കൊടുക്കാൻ സമയം കണ്ടെത്തണം. അതുണ്ടാകൂല, അത് കണ്ടെത്തണം. അതിനുവേണ്ടി മറ്റു രക്ഷിതാക്കൾ എടുക്കുന്നതിനേക്കാൾ എക്സ്ട്രാ എഫേർട്ട് എടുക്കണം. അവരെണീക്കുന്നതിന് 1 മണിക്കൂർ മുമ്പേ എണീക്കേണ്ടി വരും. പക്ഷെ നമ്മൾ എടുക്കുന്ന പണി ആഖിറത്തിലേക്കുള്ളതാണ്. മറ്റുള്ളവരൊക്കെ ഭൗതിക നിലവാരത്തിന് മാത്രം പ്രാമുഖ്യം കൊടുക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളും നാം കേൾക്കുന്ന വാചകം ആവർത്തിച്ച് നമ്മൾ കേട്ടു. നമുക്കെല്ലാവർക്കും ഹിഫ്ളുള്ള വാക്ക് വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ. എനിക്കും എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും ഏറ്റവും ഉത്തമം എന്നെന്നും അവശേഷിക്കുന്ന മുതലേ അത് ഭൗതിക ലോകത്തെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്നതല്ല, പരലോകമാണെന്ന ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കൾ ദീന് പഠിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. മക്കളെ നൽകിയത് സുഹൃത്തെ റബ്ബല്ലേ, മക്കളെ നൽകിയത് റബ്ബല്ലേ, എങ്കിൽ ആ മക്കളുടെ മനസ്സിൽ റബ്ബിനെ കുറിച്ച് ഓർമ്മ പുതുക്കാൻ നമുക്ക് കഴിയണം. ഒട്ടനേകം സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നമുക്കുണ്ട്. പണ്ടത്തെ കാലത്തെ പോലെയല്ല, ഏറ്റവും ഉന്നതമായ മദ്രസ സംവിധാനങ്ങൾ നമുക്കുണ്ട്. മദ്രസ എന്ന് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ പോലുള്ള സ്ഥാനം എന്താണ്? ശരിക്കും എന്താണ് ആ സ്ഥാനം നമ്മൾ കൊടുത്തിട്ടുള്ളത്? അതാരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ നമ്മൾ ആ കുട്ടികളെ പറഞ്ഞയക്കുന്നത്? ഒരു കല്യാണം കൂടുമ്പോ, ഒരു സൽക്കാരത്തിന് പോകുമ്പോ എന്റെ കുട്ടി എവിടെ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്നത് എവിടെ എന്ന ചോദ്യത്തിന് മുൻപിൽ അഡ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു സ്ഥാപനത്തെ നമ്മൾ സെലക്ട് ചെയ്തതാണോ? ആകരുത് സുഹൃത്തുക്കളെ. അവിടെ ഒരു 100 എന്നത് 150 ഉയരുമ്പോൾ വലിയൊരു പ്രയാസമായി കൊണ്ട് നമ്മൾ മാറുന്നുണ്ട്. നമ്മൾ ആലോചിക്കുക, അവിടെ 500 മേടിച്ചെടുത്ത് പിറ്റേ കൊല്ലം 600, 1000 ഒക്കെ ആകുമ്പോഴും ഒരു പ്രശ്നമില്ല എന്ന് നമ്മുടെ മൈൻഡ് പറയുമ്പോൾ, മദ്രസ വിദ്യാഭ്യാസത്തിൽ 100, 150 ചാടുമ്പോൾ നമുക്ക് വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നമ്മൾ മറക്കുന്നത് ആ പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും മുൻഗണന കൊടുക്കുന്നത് ഇഹലോകത്തെയാണ് നമ്മൾ മനസ്സിലാക്കുക. അത് ഉണ്ടാകരുതെന്ന് പറയാറ് മദ്രസ സംവിധാനമാണ്. പിന്നെ മദ്രസ പഠന കാലയളവ് കഴിഞ്ഞാലും അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കൾക്ക് ഏറ്റവും നന്നായി ദീന് കിട്ടുന്ന രൂപമാണ് CRE എന്ന് പറയുന്നത്, കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, തുടർ മതപഠന സംവിധാനം. സുഹൃത്തുക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ പരലോകത്തിന് വേണ്ടിയിട്ടാണ്. അതൊന്നും ആരെയും ബോധിപ്പിക്കാൻ, ആർക്കെങ്കിലും റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നമ്മൾ മനസ്സിലാക്കുക. ആഴ്ചയിലെ 1 മണിക്കൂറേ ചോദിച്ചിട്ടുള്ളൂ. ആഴ്ചയിൽ 1 മണിക്കൂറേ ചോദിച്ചിട്ടുള്ളൂ. പോയി വാതിൽ മുട്ടിയിട്ട് ഇങ്ങനെ സംരംഭം നിങ്ങളെ കുട്ടികളെ വിടുമെന്ന് ചോദിച്ചപ്പോ ചില രക്ഷിതാക്കളൊക്കെ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അന്നിന്റെ കുട്ടിക്ക് ട്യൂഷൻ ഉണ്ടെന്ന് പറയാം. അന്നും എന്റെ കുട്ടിക്ക് ട്യൂഷൻ ഉണ്ട്, അന്നും എന്റെ കുട്ടിക്ക് ട്യൂഷൻ ഉണ്ട്. എത്ര നന്ദി കേടാന്ന് ആലോചിച്ചു. ട്യൂഷൻ വിടണ്ടാന്നാണ് അർത്ഥം? അല്ല. ഈ സ്പേസ് നമ്മൾ കണ്ടില്ലെങ്കിൽ പിന്നെ ആരാ കാണാൻ? നമ്മൾ കണ്ടില്ലെങ്കിൽ പിന്നെ ആരാ കാണാൻ? കുട്ടികൾ വരണ്ടേ സുഹൃത്തെ, അവിടെ പോയി ഇരിക്കണ്ടേ, അള്ളാഹിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകണ്ടേ? ഇതിൽ നിന്നെല്ലാം വിട്ടകന്ന് നാം കേവലം ഭൗതികന്മാരായിക്കൊണ്ട് ജീവിക്കുമ്പോ റഹ്മാനായ റബ്ബ് പറഞ്ഞു വെച്ച വാചകത്തെ മനസ്സിൽ കൊണ്ട് നടന്നു പോമൻ എന്റെ ഉത്ബോധനത്തിൽ നിന്നും ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ അവനക്ക് ഇടുങ്ങിയ ജീവിതം ഞാൻ കൊടുക്കും. അതിന്നല്ലെങ്കിൽ നാളെ ബോധ്യമാകും, അതിന്നല്ലെങ്കിൽ നാളെ ബോധ്യമാകും. കുറച്ചു കാലം കഴിഞ്ഞിട്ട് എന്റെ കുട്ടി ലഹരിക്കടിമയാണ്, എന്റെ കുട്ടി പ്രണയ കുരുക്കിൽ പെട്ടുപോയി, എന്റെ കുട്ടിക്ക് ദീനിനെ കുറിച്ചുള്ള ഇപ്പോൾ പുച്ഛമാണ്, അവൻ ദീനിൽ തന്നെ ഔട്ടാകാൻ നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കി, എത്രയോ വർഷങ്ങൾക്ക് ശേഷം മനസ്സിലാക്കി നെഞ്ചത്തടിച്ച് കരഞ്ഞു വന്നൊരു കൗൺസിലറെ കിട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു ഗതികേട് വിശ്വാസികളെ നമുക്കുണ്ടാകാൻ പാടില്ല.
നമ്മൾ കൊടുക്കാത്തതിന്റെ പേരുണ്ടാകാൻ പാടില്ല. കൊടുത്തിട്ട് ഒരു പക്ഷെ പരീക്ഷാർത്ഥം വന്നേക്കാം, അതിനെക്കുറിച്ചല്ല പറയുന്നത്. അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. ഒരു പ്ലാനുമില്ലാതെ മതപരമായ ബോധം നൽകുന്നിടത്ത് ഒരു വീണ്ടു വിചാരവുമില്ലാതെ കേവലം ഭൗതികന്മാരായിക്കൊണ്ട് ജീവിച്ച് അതിന്റെ എല്ലാം സൈഡ് എഫക്റ്റുകളും പരീക്ഷണങ്ങളും ഒന്നിനുമേൽ ഒന്നെന്നായിക്കൊണ്ട് കടന്നു വരുമ്പോൾ മാത്രം തുറക്കേണ്ട മിടിയാകരുത് വിശ്വാസിയുടേത്. വിശ്വാസി ഒരല്പം അഡ്വാൻസ്ഡ് ആയിക്കൊണ്ട് ചിന്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നതിന് മുൻപേ നമ്മൾ പ്ലാനിങ് കൃത്യമായി കൊണ്ട് അള്ളാഹ് കൊടുക്കണം പറഞ്ഞ ഇടത്തേക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ഒരുപോലെ പേടിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിക്കൊണ്ട് മാറിയിരിക്കുന്ന ഒന്നാണ് ലഹരിയുടെ വ്യാപനം എന്ന് പറയുന്നത്. മക്കളെ വിദ്യാലയത്തിലേക്ക് പറഞ്ഞയക്കുന്നു എന്ന് പറയുമ്പോഴേക്കും നിങ്ങളൊക്കെ മനസ്സിൽ വരുന്ന സംഗതി അതാണ്. ഏത് ചെറിയ കുട്ടിയെ പോലും വരുതിയിൽ വീഴ്ത്താൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഒട്ടനേകം മാഫിയകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നാം ചിന്തിക്കണം. ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. NCPയുടെ 2022 പുറത്തുവിട്ട കണക്ക് പോലും ഭീതിജനകമാണ്. 10 കോടിയോളം ആളുകളാണ് ഇന്ത്യയിൽ ലഹരി ഉപയോഗിക്കുന്നത്. അതിൽ 13% 22 വയസ്സിന് താഴെയുള്ള മക്കളാണ് ഉപയോക്താക്കൾ. ഓൺലൈനിൽ നമ്മൾ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓരോ സംഗതികളും പർച്ചേസ് ചെയ്യുന്നു. ആരും കാണാത്ത രൂപത്തിൽ സാധനം കെട്ടി നമ്മൾ അഡ്രസ്സിൽ തന്നുവിടൂലേ എന്നതുപോലെ ലഹരി വിഭവങ്ങൾ സെലക്ട് ചെയ്യാനും അത് വിപണന തന്ത്രങ്ങൾ പിന്നെ നിലവിലുണ്ട്. സാധാ രൂപത്തിൽ സാധനം വരുന്ന പോലെ നമുക്ക് തോന്നുക. അടുത്ത് ചിലപ്പോൾ ഫോണുണ്ടാവും, പക്ഷെ ഉപയോഗിക്കുന്നത് വേറെ എന്തെങ്കിലും ആവും. എല്ലാവരും അങ്ങനെയെന്നല്ല പറയണത്. അവിടേക്ക് എത്തി കാര്യങ്ങൾ. പെൺകുട്ടികൾ പോലും പിന്നിലല്ല എന്നാ പറഞ്ഞത്. പെൺകുട്ടികൾ പോലും പിന്നിലല്ല. സ്കൂളിൽ പിടിക്കപ്പെട്ടപ്പോൾ 24 കുട്ടികളെ സംശയത്തോടു കൂടെ കണ്ടപ്പോൾ അതിൽ 22 പെൺകുട്ടികളും ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് നമുക്ക് കിട്ടിയത്. 4 ചോദ്യങ്ങൾ. അത്രത്തോളം എത്തി അവസ്ഥകൾ. ഇവിടേക്കാണ് നമ്മൾ വിടുന്നത്. നിയമത്തിൽ നിന്ന് വല്ല പരിരക്ഷ കിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിയമത്തിൽ നിന്ന് എവിടുന്ന പരിരക്ഷ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു ഭാഗത്ത് പിന്നെ ഞങ്ങൾ ലഹരിക്കെതിരെയാണെന്നുള്ള ക്യാമ്പയിനുകളും മറ്റുമൊക്കെ നടത്താൻ ഒരു ടീമും, അപ്പുറത്ത് അതിനേക്കാൾ ഉഷാറായിക്കൊണ്ട് വിപണനം നടത്താൻ മറ്റൊരു ടീമും. നമ്മളങ്ങനെ കോമാളിയാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രക്ഷിതാക്കളിൽ നിന്നൊക്കെ നമുക്ക് ചില ബാധ്യതകൾ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മക്കളെ ആത്യന്തികമായി ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇതൊക്കെ പറഞ്ഞാലും ഒരു സൗഹൃദാന്തരീക്ഷത്തിൽ ഒരു നിരീക്ഷണം നമ്മുടെ ഭാഗത്തുണ്ടാകണം. അവർ വെറുപ്പിക്കുന്ന രൂപത്തിലല്ല, ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് എന്ന അർത്ഥത്തിലൊന്നല്ല. നമ്മുടെ ഒരു കണ്ണ് അവരിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇനി എങ്ങാനും അഡിക്റ്റ് ആയി എന്ന് നമ്മൾ കരുതിയാൽ തന്നെ അവനൊരു രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ആകെ പ്രയാസപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എത്ര വലിയ അഡിക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഡി അഡിക്ഷൻ സെന്ററുകളും മറ്റുമൊക്കെയുണ്ട്. അവരൊക്കെ കൊണ്ടുപോയി നമ്മുടെ മക്കളെ ഒരർത്ഥത്തിൽ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള അവസ്ഥ നമുക്കുണ്ട്. പിന്നെ നാട്ടുകാരെ ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ഇങ്ങനെയുള്ള വിപണനങ്ങളൊക്കെ നടക്കുന്ന ചില ഒളി അജണ്ടകൾ നടപ്പിലാക്കുന്ന ഇത്തരത്തിലുള്ള സ്ഥലങ്ങളും ഇടങ്ങളുമുണ്ട്. ഒളിയിടങ്ങൾ. അതിനെ മാറ്റാൻ നമുക്ക് കഴിയണം. അത് തകർക്കാൻ നമുക്ക് കഴിയണം. അത് ഒറ്റക്കെട്ടായിക്കൊണ്ട് നിൽക്കാൻ നമുക്ക് കഴിയണം. അവിടെ രാഷ്ട്രീയപരമായ മതപരമായ യാതൊരുവിധ അതിർവരമ്പുകളുമില്ല. നാടിന്റെ സുസ്ഥിതിക്ക് വേണ്ടി, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നാട്ടുകാർ മുന്നിട്ടിറങ്ങണം. അതിന് മുൻപിൽ നിൽക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ പരമാവധി ഭൗതികപരമായിക്കൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ആത്യന്തികമായ പരിഹാരം ഞാൻ വീണ്ടും 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 പറയുന്നു, നമ്മുടെ മക്കളുടെ മനസ്സിൽ അല്ലാഹു എന്ന ഒരു കോഡ് സെറ്റ് ചെയ്തു കൊടുക്കുക എന്നതാണ്. അതിനുവേണ്ടി സംരംഭങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ്. അതിനുവേണ്ടി ആത്മാർത്ഥമായി സർവോപരി പ്രാർത്ഥിക്കുക എന്നതാണ്. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ നടത്തുന്ന പ്രാർത്ഥനയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. എന്നെങ്കിലും പ്രാർത്ഥിച്ചോ സുഹൃത്തെ? മക്കൾ വലുതാകണം, നല്ല നിലക്കാകണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന അപ്പുറത്ത് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ ഒന്നും പോയി പടച്ചോനെ എന്റെ കുട്ടി പെടരുതേ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കാൻ രക്ഷിതാക്കളെ നമ്മൾ
എത്ര സമയം മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മുടെ ഇടപെടലുകളും നമ്മുടെ കടമകളും കടപ്പാടുകളും കേവലം ഫീസ് കൊടുക്കുന്നിടത്തോ സ്ഥാപനങ്ങളെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നിടത്തോ തീരുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അകമഴിഞ്ഞ് നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ മക്കളുടെ നല്ലൊരു ഭാവിക്കും അവർ യാതൊരുവിധ ചതിക്കുടിയിലും പോയി പെടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കൾ പരിശുദ്ധരാണ്. അവർക്ക് അറിയില്ല, പൊട്ടിത്തെറിക്കുന്നൊരു പ്രായമാണ്, പക്വതക്കുള്ള മുമ്പുള്ള പ്രായമാണ്. അവർ തന്നെയും കുറച്ചു കാലം കഴിയുമ്പോൾ പടച്ചോൻ എങ്ങനെ കായി പോയല്ലോ, എന്നാലും എന്റെ വാപ്പിമ്മി അന്നെന്നെ ശ്രദ്ധിച്ചില്ലല്ലോ എന്നൊരു വർത്തമാനം നമുക്കെതിരെ തിരിയാതിരിക്കാം. നമ്മൾ പ്രതിജ്ഞബദ്ധരായി മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീൻ വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹുൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ഒട്ടനേകം ആരാധനാ കർമ്മങ്ങൾ നിർബന്ധമാക്കിയ കൂട്ടത്തിൽ വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ച ഒന്നാണ് ബലിയറുക്കുക എന്ന് പറയുന്നത്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നിസ്കരിക്കണം എന്ന് പറഞ്ഞതോടൊപ്പമാണ് ബലിയറുക്കണം എന്ന് പറയുന്നത്. പ്രാരംഭ പ്രാർത്ഥനയിൽ നാം ചൊല്ലുന്ന വാചകം ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരം, ഞാൻ കൊടുക്കുന്ന ബലി എന്റെ റബ്ബിനുള്ളതാണ് എന്ന്. ആ ബലിയിൽ പോലും ഒരു തൗഹീദിന്റെ ഉദ്ഘോഷണമുണ്ട് എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു ആരാധന കർമ്മം തന്നെയാണ്. കഴിവുണ്ടായിട്ടും അത് കൊടുത്തിട്ടില്ല എങ്കിൽ, കഴിവുണ്ടായിട്ടും സാമ്പത്തിക സുസ്ഥിതി ഒരു മനുഷ്യനിക്ക് കൊടുത്തിട്ടും, എത്രയാണ് ഒരു ഓഹരി, അതിനുള്ളൊരു വിഹിതം പടച്ചറബാന്റെ കയ്യിൽ കൊടുത്തിട്ടും അതിനെ പിശുക്കി പിടിച്ച് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യൻ എത്ര ഗൗരവത്തിലാണ് സമീപിച്ചെന്നറിയും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു മനുഷ്യനിക്ക് ഉളിഹത്ത് അറക്കാനുള്ള എല്ലാവിധ അവസ്ഥയുണ്ടായിട്ടും ആ മനുഷ്യൻ അറത്തിട്ടില്ല എങ്കിൽ ഫലാ യഹ്ദുർ മുസല്ലാന, പെരുന്നാളിന് വേണ്ടി സജ്ജീകരിക്കപ്പെട്ട മുസല്ലയിലേക്ക് വരാനുള്ള അർഹത പോലും അവർക്കില്ല എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഏത് മുസല്ല എന്നറിയോ നിങ്ങള്? ഈദ് മുസല്ലയിൽ അന്നത്തെ ദിവസം നിസ്കാരം ഹറാമാക്കപ്പെട്ട അവസ്ഥയിലുള്ള അശുദ്ധിയുള്ള സഹോദരിമാർക്ക് പോലും പെർമിഷൻ കൊടുക്കപ്പെട്ട ആ വേദിയിലേക്ക് ഉളുഹിയ്യത്ത് അറക്കാനുള്ള സാമ്പത്തിക സുസ്ഥിതി പടച്ചോൻ കൊടുത്തിട്ട് അതിനു വേണ്ട മനസ്സ് കാണിക്കാൻ ഒരുക്കമല്ലാത്തവർ വരേണ്ടതില്ല എന്ന് പറഞ്ഞു. വരാൻ പാടില്ല എന്നല്ല, ആ വെറുപ്പ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കാണിക്കുക എത്ര ഗൗരവത്തിൽ പഠിപ്പിച്ച കാര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിർബന്ധമാണ് എന്ന് പോലും പണ്ഡിതന്മാർ പറഞ്ഞു. ഭൂരിഭാഗം പേരും ശക്തമായ സുന്നത്ത് മുഅക്കദ എന്ന വിധിയാണ് നൽകിയിട്ടുള്ളതെങ്കിലും സൂക്ഷ്മതക്ക് നല്ലത് അത് കൊടുക്കണമെന്ന അർത്ഥത്തിൽ വാജിബായിക്കും നമ്മൾ കാണണമെന്ന് തന്നെയാണ് പണ്ഡിതന്മാർ എത്രത്തോളം ചർച്ച ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ സമയത്ത് ഒരു ടൈറ്റ് ആണെങ്കിൽ ഒരു കടം വാങ്ങിയിട്ട് അതിലേർപ്പെട്ട് പിന്നീട് അത് പെട്ടെന്ന് തന്നെ കൊടുക്കാനുള്ള അവസ്ഥ നമുക്ക് ഉണ്ടെങ്കിൽ, കടം വാങ്ങിയിട്ട് ആ ഒരു എമൗണ്ട് എത്രയാണോ ആ ഒരു എമൗണ്ട് നമ്മൾ കടം വാങ്ങിയിട്ട് നമുക്കത് തിരിമറി ചെയ്യാൻ പെട്ടെന്ന് തന്നെ കഴിയുമെങ്കിൽ അവൻ കടം വരെ വാങ്ങിക്കോട്ടെ എന്നാണ് പറഞ്ഞത്. കടം അപകടമായി പരിചയപ്പെടുത്തുന്ന ഇസ്ലാം കടം വാങ്ങിയിട്ടാണെങ്കിലും പെട്ടെന്ന് കൊടുക്കാൻ കഴിയുമോ നിങ്ങൾ വാങ്ങിക്കോളിയും എന്ന് പണ്ഡിതന്മാർ ലൈസൻസ് നൽകിയ ഒന്നാണ് ഉദ്ഹിയ്യത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തിനൊക്കെയാണ് അറുക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബഹീമത്തിൽ അൻആം, ആടും മാടും ഒട്ടകവുമാണ്. ഉരുവിന്റെ നിബന്ധനകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ആരാധനയായതുകൊണ്ട് തന്നെ എന്തിനെങ്കിലും പിടിച്ചറക്കാൻ പറ്റും, ഏതെങ്കിലും രൂപത്തിലായാൽ പറ്റും? അല്ല, അത് പഠിപ്പിച്ചു തന്ന അള്ളാന്റെ റസൂല് അതിന്റെ A to Z കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ഒന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? ലാ തദ്ബഹു ഇല്ലാ മുസിന്ന, പ്രായമായതിനെയല്ല നിങ്ങൾ ഉളുഹിയ്യത്തിന് വേണ്ടി അറക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ ഏതാണ് പ്രായം? ആടാണെങ്കിൽ 1 വയസ്സ്, മാടാണെങ്കിൽ 2 വയസ്സ്, ഒട്ടകമാണെങ്കിൽ 5 വയസ്സ്. ഒട്ടകത്തിന്റെ കാര്യം ഇവിടെ ചർച്ചയില്ലാത്തത് കൊണ്ട് തന്നെ നാം വാങ്ങുന്ന ഉരുവിനെ പ്രായമായിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് കഴിയണം. വിശ്വാസികളായ കച്ചവടക്കാരുണ്ടോ ഉളുഹിയ്യത്തിന് വേണ്ടിയിട്ടാണ് വാങ്ങുന്നത് ഉറപ്പുണ്ടെങ്കിൽ പ്രായമാകാത്തതിന് വിൽക്കരുതേ സുഹൃത്തെ. ചതിയാണ് കാണിക്കുന്നത്, വഞ്ചനയാണ് കാണിക്കുന്നത്.
നമ്മുടെ കച്ചവടം പൊടി പിടിക്കാൻ വേണ്ടി ഇല്ല ചെറുതിനൊക്കെ കൊണ്ടുവന്ന് നല്ല തീറ്റ കൊടുത്തു ഉഷാറാക്കി കാഴ്ചയിൽ വലുതാക്കിയിട്ട് പ്രായം തികയാത്തതിനെയാണ് നാം നൽകുന്നതെങ്കിൽ പരലോക കോടതിയിൽ ഈ സമ്പാദ്യം നമുക്കെതിരെ തിരിയുമെന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ന്യൂനതകൾ ഉണ്ടാകരുത് എന്നാണ്. ന്യൂനതകൾ ഉണ്ടാകരുത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല യജൂസു ദുഹായ അർബ, 4 കാര്യങ്ങൾ ഉദ്ഹിയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അൽ അഉറാഉ അൽ ബയ്യിനു ഔറുഹാ, അഥവാ കാഴ്ച പോയത് ഉണ്ടാകാൻ പാടില്ല. കാഴ്ച പോയ ഒന്നിനെ ഉദ്ഹിയത്തിന്റെ ഉരുവായി കൊണ്ട് സ്വീകരിക്കാൻ പാടില്ല. പിന്നെ പറഞ്ഞു വൽ അർജാഹു അൽ ബയ്യിനു അർജുഹ, മുടന്തുള്ളതിനെ പറ്റില്ല. പിന്നെ പറഞ്ഞു വൽ മരീലത്തു അൽ ബയ്യിനു മർളുഹ, രോഗം വ്യക്തമായ ഒന്നിനെ, രോഗിയായ ഒരു ഉരുവിനെ അതിനെ എടുക്കാൻ പാടില്ല. ചിലപ്പോ പറയും കുറച്ചൊരു പ്രശ്നമുണ്ട്, മാർക്കറ്റ് റേറ്റിൽ നിന്ന് കുറച്ചൊക്കെ താഴ്ത്തി തരാം, നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞാലും കൊണ്ടുവരാൻ പാടില്ല എന്നതാണ് അർത്ഥം. അവിടെ നമ്മൾ മാർക്കറ്റ് റേറ്റ് ലാഭമല്ല നോക്കേണ്ടത്, ഈ പറയപ്പെട്ട ക്വാളിറ്റികൾ, സവിശേഷതകൾ ഉണ്ട് എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. പണ്ഡിതന്മാര് പറഞ്ഞു, ഈ പറയപ്പെട്ട ക്വാളിറ്റികളെല്ലാം കൂടുന്നതിനനുസരിച്ച് കൂലിയും കൂടുമെന്നാണ്. വില കൂടുന്നുണ്ടോ കൂലി കൂടുന്നുണ്ട്, സൗന്ദര്യം കൂടുന്നുണ്ടോ കൂലി കൂടുന്നുണ്ട്. ഈ പറയപ്പെട്ട ക്വാളിറ്റികൾ എത്രത്തോളം കൂടുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് പ്രതിഫലവും വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അതിന്റെ ഒരു നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു, പങ്ക് ചേർന്ന് നമുക്ക് അറക്കാൻ പറ്റുമെന്നതാണ്. ആടിനെയാണ് നാം സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഒരാൾക്കേ പറ്റൂ. മാടാണ് എങ്കിൽ 7 ആളുകൾക്ക് വരെ പങ്കുചേരാം. 7 ആൾക്ക്, 8ാമതൊരാൾക്ക് പങ്കുചേരാൻ പറ്റൂല. ഇനി പങ്കുചേരുമ്പോൾ തന്നെ പ്രതിഫലത്തിൽ നമ്മുടെ കുടുംബക്കാരെയും പങ്കാളിയാക്കാം. ഇപ്പൊ ഞാനാണൊരു വിഹിതം പിന്നെ ഷെയർ എടുക്കുന്നതെങ്കിൽ ആ പ്രതിഫലം എന്റെ ഉമ്മക്കും അതേപോലെ തന്നെ വാപ്പക്കും മക്കൾക്കൊക്കെ അതിന്റെ പ്രതിഫലം കിട്ടണേ പടച്ചോനെ എന്ന് നമുക്ക് എന്താക്കാം, പ്രതിഫലത്തിൽ അവരെയും പങ്കാളികളാക്കാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലക്ക് ചെയ്തിരുന്നു, നമുക്ക് കാണാൻ കഴിയും. അതിന് അനുമതി കൊടുത്തിരുന്നു. കാന റജുലു ഫി അഹദിൻ നബി യുലഹി ബിശാത്തി അൻഹു വഅൻ അഹ്ലി ബൈതിഹി. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു സുഹൃത്ത് തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി ആടിനെ അറത്തിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നല്ല രീതിയായിക്കൊണ്ടുള്ളത്. പിന്നെ പലപ്പോഴും നമ്മളൊരു കൂട്ടമായിക്കൊണ്ട് അറക്കുകയാണ് എങ്കിൽ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു ഉരുവിനെ കണ്ടെത്തി അതിൽ നമ്മൾ തൃപ്തിപ്പെട്ടൊരു ആദ്യം 7 ടീം, 7 ആളാണെന്ന് 7 ടീം നമ്മൾ ചേർന്ന് ഒരു ഉരുവിനെ കണ്ടെത്തി അതിനൊരു വില നിശ്ചയിച്ച് എന്നിട്ട് പിന്നെ അത് തുല്യമായിക്കൊണ്ട് ഭാഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. അത് നമ്മൾ ഏറ്റവും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് 7ൽ 1 വിലയെങ്കിൽ നമ്മൾ കൊടുക്കണം എന്നാണ്. 7ൽ 1 വിലയെങ്കിൽ നമ്മൾ കൊടുക്കണം. ഒരു ഉരുവിന് 50,000 രൂപയാണെന്നുണ്ടെങ്കിൽ അതിന് 7ൽ 1 ആക്കി കഴിഞ്ഞാൽ അതിന്റെ 7ൽ 1 ഉണ്ടാവില്ല, ഒരു ഇത്രയാണോ ഒന്നുണ്ട് അതെങ്കിലും നമ്മൾ കൊടുക്കണം. അതല്ലാതെ ഒരു 20,000 ഒരാൾ എടുക്കുക, 30,000 വേറെ ഒരാൾ എടുക്കുക, അല്ലെങ്കിൽ അതിനെ തൊട്ട് താഴ്ത്തി എടുക്കുക, പിന്നെ അതിൽ 2,000 രൂപ മാത്രം ഒരാൾ ചെയ്ത് അങ്ങനെ ചേരാൻ പറ്റില്ല. ഒരു ഉരുവിനെ വിലയിലെ 7ൽ 1 നമ്മൾ എടുക്കണം, അതിനപ്പുറത്തേക്ക് എത്രയുമാകാം. ആ നിലക്കാണ് നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, മുഴുവൻ ചെലവും അതിന്റെ ഭാരവാഹികൾ തന്നെ വഹിക്കണം. എനിക്ക് വേണ്ടി നടക്കുന്നതെങ്കിൽ അതിന്റെ നോക്കുകൂലി, അതിനെ കൊണ്ടുവരാനുള്ള ചെലവ്, അറക്കൂലി എന്തൊക്കെയുണ്ടോ അതിനെ വിതരണം ചെയ്യുന്ന അതുവരേക്കുള്ള എന്തൊക്കെ കൂലിയുണ്ടോ അതിന്റെ എല്ലാം ഓഹരി അതിനാർക്ക് വേണ്ടിയാണ് അറക്കുന്നത് അവർ തന്നെ എടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതേപോലെ തന്നെ കഴിയുമെങ്കിൽ നേരത്തെ പരിപാലിക്കാൻ നമുക്ക് കിട്ടണമെന്നാണ്. നേരത്തെ പരിപാലിക്കാൻ നമുക്ക് കിട്ടണം. കാരണം എന്താണെന്നറിയോ, നമ്മളോട് മനസ്സിലേക്ക് അടുക്കാൻ നമുക്ക് ഒരു സ്പേസ് ഉണ്ടാകണം എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഉണ്ടാകാൻ ഈ രൂപത്തിലേ പറ്റുള്ളൂ എന്നൊന്നല്ല. കാരണം ഇത് ഈ ആരുടെ സ്മരണക്ക് ഏത് ചരിത്രത്തെ അയവിറക്കിയാണ് നമ്മൾ ഈ സംഗതി ചെയ്യുന്നത്? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിയെ അറുക്കാൻ കൊണ്ടുപോയ ആ ഒരു ചരിത്രം, ആ ഒരു സ്മരണ നമ്മൾ അറുക്കുകയാണ്. ഏറ്റവും ആത്മബന്ധം ഉണ്ടാക്കി ഒന്നിന് അള്ളാന്റെ മാർഗത്തിൽ ഞാൻ കൊടുക്കാൻ റെഡിയാണ് എന്ന വലിയൊരു പ്രഖ്യാപനമാണ് നമ്മളോട് നടത്തുന്നത്. അതുകൊണ്ട് ബലിമൃഗത്തോട് അടുക്കാൻ നമുക്ക് കഴിയണമെന്നാണ് സൂചിപ്പിച്ചത്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദുൽഹിജ്ജ് തുടങ്ങിയാൽ ബലി അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആള് ശരീരത്തിലെ നഖവും മുടിയും രോമവും ഒന്നും എടുക്കാൻ പാടില്ല എന്ന് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. അറുക്കുന്നത് വരെ ദുൽഹിജ്ജ് 1 മുൻപാകാം, 1ലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എടുക്കാതിരിക്കലാണ് വേണ്ടത്. അതേപോലെ തന്നെ എടുക്കൽ നിഷിദ്ധമാണ്. പിന്നെ അറുക്കേണ്ട സമയം എന്ന് പറയുന്നത് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ്
ദുൽഹിജ്ജ 13 വരെ നമുക്ക് അതിനുള്ള സ്പേസ് ഉണ്ട്. പരമാവധി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങോട്ട് പോയിട്ട് അറുക്കുന്ന രൂപമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 3 ഭാഗമായി കൂടെ നമുക്ക് അതിനെ ഭാഗിക്കാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് പണ്ഡിതന്മാരൊക്കെ ആ നിലക്ക് നമുക്ക് യുത്ഇമു അഹ്ല ബൈതിഹി അസ്തുലസ, തന്റെ കുടുംബത്തെ 3/1 കുടുംബത്തിന് 3/1 ബാക്കി വെക്കുന്നു. വയുത്ഇമു ഫുഖറാ അജീറാനിഹി, തന്റെ അയൽപക്കത്തുള്ള പാവപ്പെട്ട ആളുകൾക്ക് ഒരു വിഹിതം മാറ്റിവെക്കുന്നു. വയതസദ്ദഖു അല സുആലി ബിസ്സുലുസ്, പിന്നീട് ചോദിച്ചു വരുന്ന ആശ്രിതരും പിന്നെ ആവശ്യക്കാരുമായ ആളുകൾക്ക് മറ്റൊന്നും കൊടുക്കുന്ന രൂപം ഒക്കെയുണ്ട്. ഈ നിലക്കൊക്കെ നമുക്ക് ചെയ്യാം, നമുക്കും അതിൽ ഭക്ഷിക്കാം. പരമാവധി സ്വതക്കയിലേക്ക് ആ വിഹിതം പോകുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഈ രൂപത്തിലൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ അതൊരു വലിയൊരു ഇബാദത്തായി, വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കപ്പെട്ട ഒരു ഇബാദത്തായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയും നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അതിന്റെ കാര്യങ്ങളുമായി കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. കൂട്ടത്തിൽ ഒരു കാര്യം പ്രത്യേകം, പിന്നെ നമ്മുടെ ഒരു പ്രാർത്ഥന ആവശ്യമുള്ളൊരു ഘട്ടമാണ്. നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, ഇവർക്ക് നടക്കാൻ പ്രയാസമുള്ളൊരു കുട്ടിയാണ്. അവർക്ക് നല്ല പ്രയാസമുണ്ട്. അതിന്റെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസാന ഘട്ടത്തിലെ എല്ലാവരും കൈമലർത്തിയൊരു കേസ് അവസാന ഘട്ടത്തിൽ അതിന്റെ ഒരു ഓപ്പറേഷനും മറ്റുമൊക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സക്സസ് ആയി കിട്ടാൻ, വിജയിക്കുവാൻ ആ കുഞ്ഞിന് നമ്മളെ പോലൊക്കെ ആരോഗ്യത്തോടു കൂടെ നടക്കാൻ ഒരു കാലിന്റെ പ്രസക്തിയൊക്കെ നമ്മളൊരു ഖുത്ബയിൽ സൂചിപ്പിക്കപ്പെട്ടതാണ്. അതെല്ലാവർക്കും ഓർമ്മയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിന് ആരോഗ്യം തിരിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലക്ക് നല്ലൊരു തിരിച്ചുവരവ് ആ കുഞ്ഞുമോൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മുമ്പേ മരണപ്പെട്ടുപോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ടും കടം കൊണ്ടും ഒക്കെ ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, ഒരുപാട് സഹോദരിമാർ, അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസം ദൂരീകരിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.